രാജഗിരി വിശ്വജ്യോതി കോളേജിൽ ഓണേഴ്സ് ബിരുദ പാഠ്യപദ്ധതി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. 2024-25 അധ്യയന വർഷം മുതൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ആരംഭിക്കുന്ന 4 വർഷ നൂതന ബിരുദ പാഠ്യപദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് അപ്ലൈഡ് സയൻസസിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും സെമിനാറിൽ പങ്കെടുത്തു. മുഖാമുഖം പരിപാടിയിൽ നോഡൽ ഓഫീസർ അസിസ്റ്റന്റ് പ്രൊഫസർ ബിനീത PS സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ ദേവസ്യ MD അധ്യക്ഷത വഹിച്ചു. പുതിയ പദ്ധതികളിലെ ആശങ്കകൾ പരിഹരിക്കുവാനാണ് ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. MG യൂണിവേഴ്സിറ്റി പുതിയ പാഠ്യപദ്ധതി ക്രമീകരിക്കുമ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും അവബോധമുണ്ടാകുന്നതിന് വേണ്ടി ഒരു ഓറിയന്റേഷൻ സെമിനാർ മുഖാമുഖം പരിപാടി യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടി നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിൽ ക്ലാസ് എടുക്കുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ ട്രെയിനിങ് 4 ഇയർ പ്രോഗ്രാമിൻ്റെ മാസ്റ്റർ ട്രെയിനിങ് ആയിട്ടുള്ള പാലാ സെൻറ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മഞ്ജേഷ് മാത്യു സാറാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സമൂലമായ മാറ്റങ്ങളോട് തുടങ്ങുന്ന ബിരുദ പദ്ധതി 3 വർഷം ഈ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും പഠനം നിർത്തി അവർക്ക് പുറത്തു പോകാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ മറിച്ച് അവർ 4ാം വർഷത്തേക്ക് തുടരുകയാണെങ്കിൽ അത് ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമായിട്ട് അത് പരിഗണിക്കുകയാണ്. ഓണേഴ്സ് പ്രോഗ്രാം 2 തരത്തിൽ അത് ലഭിക്കുന്നുണ്ട്. ഒന്ന് ഓണേഴ്സ് വിത്ത് റിസർച്ച്, അതുപോലെ തന്നെ ഓണേഴ്സ് ഡിഗ്രി. ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയാകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഡയറക്റ്റായിട്ട് കോളേജ് നാഷണൽ ലെവൽ NET ടെസ്റ്റുകൾ UGC നടത്തുന്ന NET ടെസ്റ്റുകളൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. NET ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ലെക്ചർ എലിജിബിലിറ്റി തീരുമാനിക്കുന്ന UGCയുടെ ടെസ്റ്റാണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്. PG കൂടാതെ തന്നെ ഡിഗ്രി 4 വർഷം പൂർത്തിയാകുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ NET നെറ്റ് പരീക്ഷ എഴുതാനായിട്ട് യോഗ്യത നേടുന്നു എന്നുള്ളതാണ് ഒരു ഗുണം ഇതിനകത്ത്. മറ്റൊരു ഗുണം എന്ന് പറയുന്നത് 4 ഇയർ ഓണേഴ്സ് വിത്ത് റിസർച്ച് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് റിസർച്ചിന് PhDക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4 വർഷ കോഴ്സ് സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ടേസ്റ്റ് അനുസരിച്ച്, അതായത് നമ്മൾ പറയും അഭിരുചി അനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയാണ്. AICTE അംഗീകൃത കോഴ്സായ BBA കുറിച്ച് അസിസ്റ്റന്റ് പ്രൊഫസർ കാർത്തിക ബാലചന്ദ്രൻ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അച്ഛനെ സംബന്ധിച്ച് വളരെ കുട്ടികളോട് ഫ്രണ്ട്ലിയാണ്, എന്നാൽ അധ്യാപകനാണ്, എന്നാൽ ഒരു പേരന്റ് കൂടിയാണ്. ഒരു പേരന്റ് എങ്ങനെയാണോ സ്വന്തം മക്കളെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് അച്ഛൻ. സ്ട്രിക്റ്റാണ്. എല്ലാ മുക്കിലും അച്ഛൻ ക്യാമറ വെച്ചിട്ടുണ്ട്. അഭ്യാസമൊന്നും നടക്കില്ല. എന്നാൽ നമ്മൾ പേടിക്കേണ്ട. കുട്ടികളെ വളരെ കെയർഫുള്ളി ആയിട്ട് കൊണ്ടുപോകാൻ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളാണ് ഫാദർ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പേരൻസിനെ സംബന്ധിച്ച് അതാണ് ആവശ്യം. നമ്മൾ നമ്മുടെ മക്കളെ ഇത് ഏൽപ്പിച്ച്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു നേഴ്സിംഗിന് ചേർക്കുന്ന ഒരു കോളേജിൽ കൊണ്ടു ചേർക്കുക ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരാണ് അവരെ നോക്കുകയും തിരിച്ച് നമ്മുടെ വീടുകളിൽ എത്തുന്നത് വരെ നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരാളിലാണ്. ആ ആളായിരിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സേഫായിട്ട് എത്തിക്കാൻ സാധിക്കുന്ന ഒരാൾ. അതുപോലെ തന്നെയാണ് ഇവിടെ. അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഡിബിൻ കരിങ്ങേൻ ആശംസകൾ നേർന്നു. കേരളത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, ഹയർ എഡ്യൂക്കേഷൻ വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. ചേഞ്ചിങ് ഫ്രം വൺ പ്ലാറ്റ്ഫോം ടു അനദർ പ്ലാറ്റ്ഫോം. ചേഞ്ച് ഈസ് ഓൾവേസ് പെയിൻഫുൾ അല്ലേ? നമുക്ക് മാറ്റം എപ്പോഴും വേദനാജനകമാണ്. നമുക്ക് അത് മാറാൻ ഇഷ്ടമല്ലേ? നമ്മളായിരിക്കുന്ന ഒരു സ്പേസിൽ വളരെ കംഫർട്ടബിളായിട്ട് നമ്മളെങ്ങനെ ആയിരിക്കുന്നു, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. എനിക്ക് മനസ്സിലാക്കുന്ന സ്റ്റൈലുകളുണ്ട്. അതിൽ നിന്നും മാറാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. സോ ചേഞ്ച് ഈസ് ഓൾവേസ് പെയിൻഫുൾ. ബട്ട് അൺലെസ് വി ചേഞ്ച് വി ഗെറ്റ് ഔട്ട്ഡേറ്റഡ്. നമ്മൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറായില്ലാന്നെങ്കിൽ നമ്മൾ പുറത്തുപോകും. ഇന്നത്തെ ടെക്നോളജിനെ കുറിച്ച് നമുക്കറിയാം. ഞാൻ പണ്ടത്തെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കീപാടുള്ള മൊബൈലാണ്. നമ്മുടെ കയ്യിൽ ആരെങ്കിലും കീപാടുള്ള മൊബൈലില്ല. ഇന്ന് അതാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. ഒരാൾ വിളിക്കാനുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല.
ആ ചേഞ്ചിനോട് നമ്മൾ അഡാപ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് അതിൻ്റെ ബെനഫിറ്റുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റിയത്. ഇപ്പൊ കേരളത്തിലും ഹയർ എഡ്യൂക്കേഷൻ വേറെ ഒരു ചേഞ്ചിങ് പ്ലാറ്റ്ഫോമാണ്, മറ്റൊരു ലെവലിലേക്ക് പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ്. അപ്പൊ ആ ചേഞ്ചിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പൊ ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. അതിൽ ഈ ചേഞ്ച് ചെയ്യാൻ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചൂസിങ് ആണ്. ഞാൻ എന്ത് സെലക്ട് ചെയ്യുന്നു, ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്നു, എങ്ങനെ സെലക്ട് ചെയ്യുന്നു, ഈ രണ്ടില്ല. ഒന്ന് ചേഞ്ച് ആണ്, ഒന്ന് ചൂസിങ് ആണ്. ഇത് ഞാൻ എങ്ങനെ ഈ ചേഞ്ചിനെ മനസ്സിലാക്കണം എന്നുള്ളത് മഞ്ചേരി സാർ നമുക്ക് പഠിപ്പിച്ചു തരും. MG യൂണിവേഴ്സിറ്റി നൂതന ബിരുദ പാഠ്യപദ്ധതി മാസ്റ്റർ ട്രെയിനി മഞ്ജേഷ് മാത്യു ക്ലാസ് നയിക്കുകയും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മൾ ഇന്റേൺഷിപ്പ് എല്ലാ കുട്ടികളും നിർബന്ധമായി ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇതുവരെ നമ്മുടെ ചില പ്രോഗ്രാമിലൊക്കെ മാത്രമാണ് ഇന്റേൺഷിപ്പുകൾ ഉണ്ടായിരുന്നത്. അതായത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പോലത്തെ ഒരു 2 weeks പ്രോഗ്രാം എല്ലാ പ്രോഗ്രാമിനോടൊപ്പം കമ്പൽസറി ആയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അതാത് കോളേജുകൾ ഒരുക്കി കൊടുക്കും. അത് ഇൻഡസ്ട്രി ബേസ്ഡ് ആകാം, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ, വലിയ സ്ഥാപനങ്ങളിലാകാം, ലൈബ്രറികളിൽ ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ സ്വന്തം കോളേജിൽ തന്നെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നിർബന്ധമായും എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ ഭാഗമായി കിട്ടുകയാണ്. അതുപോലെ ഒരു പ്രോജക്റ്റ് വർക്ക്, പണ്ട് നമുക്ക് പ്രോജക്റ്റുകളൊക്കെ ഡിഗ്രിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി പ്രൊനൗൺസ്ഡ് ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് കുട്ടികൾക്ക് ചെയ്യാനുള്ള അവസരം ഇതിൻ്റെ ഭാഗമായി വരികയാണ്. അപ്പോൾ അത്തരം പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നതോടുകൂടി നമ്മൾ പിന്നീട് ജോലിക്കും കാര്യങ്ങളുമൊക്കെ ചെല്ലുമ്പോൾ അത് കുറച്ചുകൂടി കുട്ടികൾക്ക് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ രഞ്ജിനി D നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വേങ്ങൂർ.